നിങ്ങൾക്ക് ബെഞ്ച് പ്രസ്സിൽ സ്ട്രോങ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വേരിയേഷൻ ട്രൈ ചെയ്ത് നോക്കൂ. മിക്ക ആളുകളുടെയും ബെഞ്ച് പ്രസ്സിന്റെ ബോട്ടം പൊസിഷൻ അല്ലെങ്കിൽ ബാർ ചെസ്റ്റിൽ ടച്ച് ചെയ്ത് മുകളിലോട്ട് വരുന്നതിന് മുമ്പുള്ള പൊസിഷനാണ് വീക്ക്. ഈ പൊസിഷൻ സ്ട്രോങ് ആക്കാൻ ഡെഡ് ബെഞ്ചസ് അല്ലെങ്കിൽ പിൻ ബെഞ്ചസ് ട്രൈ ചെയ്യുക. ഡെഡ് ബെഞ്ചിൽ എത്ര വെയിറ്റ് എടുക്കുന്നോ അതിനേക്കാൾ വെയിറ്റ് മിക്ക ആളുകൾക്കും നോർമൽ ബെഞ്ച് പ്രസ്സിൽ എടുക്കാം. ഒരുപക്ഷെ നോർമൽ ബെഞ്ച് പ്രസ്സിൽ 20 കിലോസ് കൂടുതൽ എടുക്കാൻ സാധിച്ചേക്കാം. സോ ഇത് ചെയ്താൽ നിങ്ങളുടെ ബെഞ്ച് പ്രസ് ഉറപ്പായും സ്ട്രോങ് ആവും ആൻഡ് മസിൽസ് നന്നായി ബിൽഡ് ആവുകയും ചെയ്യും. നോർമൽ ബെഞ്ച് പ്രസ് പോലെയല്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഞാൻ വീണ്ടും വാൺ ചെയ്യാണ്, മിക്ക ആളുകൾക്കും നോർമൽ ബെഞ്ച് പ്രസ്സിൽ എടുക്കുന്ന വെയിറ്റ്സ് പൊക്കാൻ സാധിക്കില്ല. കാണുമ്പോൾ നോർമൽ ബെഞ്ച് പ്രസ് പോലെ തോന്നുമെങ്കിലും, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിൻസിൽ നിന്നാണ്, ബെഞ്ച് പ്രസ് പോലെ റാക്കിൽ നിന്നല്ല. അതായത് ഒരു ഡെഡ് സ്റ്റോപ്പ് പൊസിഷനിൽ നിന്ന് നമ്മൾ സ്ട്രെങ്ത് ജനറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു ഡെഡ് ലിഫ്റ്റ് പോലെ തന്നെ. അതായത് ഓൾറെഡി താഴെ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്യുന്ന പൊസിഷനിൽ നിന്നാണ് നമ്മൾ ബെഞ്ച് ചെയ്യുന്നത്. ബെഞ്ച് പ്രസ്സിലുള്ളതുപോലെ നമുക്ക് ചെസ്റ്റിൽ നിന്ന് ബൗൺസ് ചെയ്യാനും പറ്റില്ല, ഒരു സ്ട്രെച്ച് റിഫ്ലെക്സും ഉണ്ടാവില്ല. അതായത് ബാർ താഴോട്ട് കൊണ്ടുവരുമ്പോഴും നമ്മൾ ചെസ്റ്റിൽ തട്ടിക്കുകയല്ല, പിൻസിൽ ഇടുകയാണ് ചെയ്യുന്നത്. വിചാരിക്കുന്നത് പോലെയല്ല, ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. 100 കിലോയേക്കാൾ കൂടുതൽ ബെഞ്ച് പ്രസ് ചെയ്യുന്ന ആൾക്കാർ 80 കിലോയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഒന്നിൽ കൂടുതൽ റെപ്സ് ചെയ്യുമ്പോൾ പിൻസിൽ ബാർ വെച്ച് പോസ് ചെയ്യേണ്ടതാണ്. പിൻസിൽ നിന്ന് ബാർ ബൗൺസ് ചെയ്യരുത്. ഈ എക്സസൈസ് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബെഞ്ച് പ്രസ് പെർഫോമൻസ് കുറച്ചു കാലം കൊണ്ട് കൂടേണ്ടതാണ്.